നമസ്കാരം. നമ്മൾ ഷഡാധാര പ്രാണവിദ്യയുടെ 4 വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. 5ാമത്തെ ക്ലാസ്സിൽ ഷഡാധാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന 6 ചക്രങ്ങളിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചക്രമായ മൂലാധാരത്തെ, അതിൻ്റെ പ്രത്യേകതകളും അതിനെ എങ്ങനെ ഉണർത്താം, അത് ഉണർത്തുമ്പോൾ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ആത്മീയ സാധകരിൽ പൊതുവെ ഇത്തരം ചക്രങ്ങൾ ഉണരുമ്പോഴും അതിലൂടെ ഊർജം പ്രവാഹം നടക്കുമ്പോഴും പലവിധ ശാരീരിക, മാനസിക, ആത്മീയ പരിഭ്രമങ്ങൾ സംഭവിക്കാറുണ്ട്. ചില രോഗങ്ങളിൽ പെട്ടുപോകാറുണ്ട്. ആ സമയത്ത് ചെയ്യേണ്ടതായ പ്രതിവിധികൾ യഥാവിധി ചെയ്യാതിരുന്നാൽ ആ ജീവിതം വഴിതെറ്റി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് ആത്മീയ സാധകരെല്ലാം ഈ ചക്രങ്ങളുടെ പ്രത്യേകതയും അവ ഉണരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുകയും അതിൻ്റെ പ്രതിവിധി അറിയാവുന്ന ഗുരുക്കന്മാരുടെ സമീപത്തിരുന്ന് വിദ്യകൾ പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് കുണ്ടലിനിയെ നമുക്ക് വിലക്കി വച്ചിരിക്കുന്ന ഒരു കാലമാണിത്. ഇത്ര രൂപ തന്നാൽ കുണ്ടലിനി ഉണർത്തിത്തരാം എന്ന് പറയുന്ന വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിച്ച് പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള സ്ഥാന, അധികാര, സിദ്ധിമോഹികളെല്ലാം കൂടി ഓടി നടക്കുകയാണ്. അപ്പം ഇത്തരം യാതൊരു മോഹന വാഗ്ദാനങ്ങളും നൽകാതെ സ്വയം ഗുരുവായി മാറാനുള്ള പരിശീലനമാണ് നമ്മൾ ഷഡാധാര പ്രാണവിദ്യ പരിശീലനത്തിലൂടെ ഇവിടെ നൽകി വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് മൂലാധാരമാണെന്ന് പറഞ്ഞല്ലോ. ഈ മൂലാധാര ചക്രത്തെ അതിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് ഉപാസിച്ചാൽ അത് പെട്ടെന്ന് ഉണർന്ന് വരുന്നതാണ്. ചിത്രത്തിൽ കാണിച്ചതുപോലെ 4 ഇതളുള്ള ഒരു താമരയാണ് മൂലാധാരത്തിൽ സങ്കല്പിക്കപ്പെടുന്നത്. 4 ഇതൾ താമരയുടെ അതിൻ്റെ നിറം മഞ്ഞയാണ്. അപ്പോൾ മഞ്ഞ നിറമുള്ള 4 ഇതൾ താമരയെ മൂലാധാരത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് സാധകൻ ഈ ക്രിയ ആരംഭിക്കേണ്ടത്. അയാൾ ഏത് രീതിയിലുള്ള സാധന ആയാലും മൂലാധാരത്തെ ഉണർത്തുവാൻ. ഇതിൻ്റെ നടുവിൽ നമ്മൾ കാണുന്ന ത്രികോണവും അതിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു പാമ്പിനെയും നമുക്ക് കാണാവുന്നതാണ്. ഈ പാമ്പിനെ, ഈ സർപ്പത്തെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ ത്രികോണത്തെ സ്ത്രീകളുടെ യോനി ആയിട്ടും ചുരുണ്ട് കിടക്കുന്ന സർപ്പത്തെ ബീജമായിട്ടും നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. നമ്മൾ ശിവലിംഗത്തിൻ്റെ സങ്കല്പം ഇവിടെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് സ്വയം വ്യക്തമാകുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ അതെല്ലാം വിശദമായി പറയാറുണ്ട്. ഇവിടെ മൂലാധാരത്തിൽ നിന്നും ഈ ഒരു 4 ഇതൾ താമരയിൽ ഈ 4 ഇതളുകൾ 4 യോഗനാഡികളാണ്. അവയാണ് വം, ശം, ഷം, സം എന്നീ നാഡികൾ. ഈ 4 പ്രധാന നാഡികൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. ഇവ നമ്മുടെ അരക്കെട്ടിലുള്ള വൃഷണം, ലിംഗം, വൃക്ക, മൂത്രസഞ്ചി മുതലായ എല്ലാ അവയവങ്ങളുടെയും കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ പോഷിപ്പിക്കുന്ന നാഡികളാണ്. സന്ദേശങ്ങൾ അവിടേക്ക് എത്തിക്കുകയും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ തിരിച്ച് ചക്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രധാന നാഡികളാണ് ഈ 4 വം, ശം, ഷം, സം. ഇവയുടെ ഉച്ചാരണം പോലും വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പല പ്രദേശങ്ങളിലും പലതരം ഉച്ചാരണങ്ങളാണ്
ഭാഷയ്ക്കുള്ളത്. ഭാഷ എന്നതുപോലും ഭാഷ എന്ന് പറയുന്ന ആളുകളാണ് അധികവും ഉള്ളത്. ഇത്തരം ഉച്ചാരണ വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ സന്ദർഭവശാൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മൂലാധാരത്തിൻ്റെ ദേവൻ ഗണപതിയാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ പതി, ഒരു കൂട്ടത്തിൻ്റെ പതി എന്ന അർത്ഥത്തിൽ കരുതുക. സർവവിഘ്നങ്ങളും തീർത്ത് സർവവിദ്യയും ഏകുന്ന ഗണപതിയുടെ സ്ഥാനം മൂലാധാര ചക്രമായി സങ്കല്പിക്കാം. അതിൻ്റെ ദേവത ഡാകിനി ദേവതയാണ്. ഇതെല്ലാം നമ്മുടെ ചിത്രകഥകളിലൂടെ അപമാനിക്കപ്പെട്ട ദേവതകളാണ്. അവരോട് ആ ദേവത പൊറുക്കട്ടെ എന്നേ പറയാനുള്ളൂ. അതിൻ്റെ തേജസ് സ്വയംഭൂലിംഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ശിവലിംഗങ്ങൾ പലതും സ്വയംഭൂവായിട്ടുള്ളതുണ്ട്. അവിടെ സ്വയം രൂപപ്പെട്ടതാണ് എന്നർത്ഥം. അതായത് ജന്മനാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തി വിശേഷമാണ്, തേജസ്സാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വയംഭൂലിംഗം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയെടുത്തതല്ല, ആരും നിക്ഷേപിച്ചതല്ല. അത് അവിടെ തന്നെ, സൃഷ്ടിയിൽ തന്നെ അത് അവിടെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടതിനെ സ്വയംഭൂവായിട്ട് തേജസ്സിനെ കരുതുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആകൃതി ചതുരമാണ്. അപ്പോൾ ഒരു ചതുരത്തിനിടയിൽ 4 താമര ഇതളുകൾ. തത്വം പൃഥ്വിയാണ്. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂതത്വം. ഭൂതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തി, ഊർജം, നിറം, ഗുണം, സ്വഭാവവിശേഷങ്ങൾ, ഇങ്ങനെ നമ്മുടെ ശരീരം കാണിക്കുന്ന, പുറമേ കാണിക്കുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ സ്വഭാവവിശേഷങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രമാണ് മൂലാധാരം. ഇതിൻ്റെ ബീജാക്ഷരം ഇവിടെ ധ്യാനിക്കുന്നവർ, മന്ത്രം ജപിച്ച് ധ്യാനിക്കുന്നവർ, ലം എന്ന അക്ഷരമാണ് ഇതിൻ്റെ ബീജാക്ഷരം. ഈ അക്ഷരം ലം മാത്രം ജപിച്ചുകൊണ്ടും നമുക്ക് മൂലാധാര ചക്രത്തെ ഉണർത്താൻ കഴിയും. ഇവിടെ ധ്യാനിച്ചാലുള്ള ഫലം ഒന്ന്, കുണ്ടലിനിയെക്കുറിച്ചുള്ള അറിവ് കിട്ടും. ഈ അറിവ് കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ കുണ്ടലിനിയെ ഉണർത്താവൂ എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ പക്ഷം. എൻ്റെ ശിഷ്യന്മാരോട് ഞാനത് പ്രത്യേകമായി പറയാറുണ്ട്. ഒരിക്കലും തിടുക്കം കാണിച്ച് കുണ്ടലിനിയെ ഉണർത്തി കഴിഞ്ഞാൽ ആരാണ് ഉണർന്നത്, എന്തിനാണ് ഉണർന്നത്, ഇതെന്തിനു വേണ്ടി എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഈ അറിവുകളൊന്നുമില്ലാതെ ഇതിനെ ഉണർത്തുന്നതിലൂടെ ഒരുപാട് വിനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകും. നമ്മളൊരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് മാത്രമല്ല, തെറ്റായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് അത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ പാപമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. കുണ്ടലിനിയെക്കുറിച്ചുള്ള അറിവും ഉണർച്ചയും ആണ് പ്രധാന ധ്യാനഫലങ്ങൾ. ശ്വാസം, മനസ്സ്, രേതസ് ഇവയുടെ നിയന്ത്രണം കൈവരും. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യായാമം ചെയ്യുന്നവരും ഇത് ഉണർത്താനുള്ള വ്യായാമങ്ങളുണ്ട്. അതോടൊപ്പം വേണം ധ്യാനവും ചെയ്യുക. വെറുതെ ധ്യാനം ചെയ്തത് കൊണ്ട് കാര്യമില്ല. അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ ഉണർന്ന് കിട്ടുള്ളൂ. ശ്വാസത്തെ നിയന്ത്രിക്കാൻ ഈ ധ്യാനം സഹായിക്കും. മൂലാധാരത്തിലുള്ള ധ്യാനം നമ്മെ സഹായിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത, ഒരിക്കലും കീഴടക്കാൻ പറ്റാത്ത ഒരേ ഒരു ശത്രുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ മിത്രമാണ് മനസ്സ്. അതിനെ കീഴടക്കാൻ മൂലാധാരത്തിലുള്ള ധ്യാനം അതീവ സഹായകരമാണ്. അതുപോലെ രേതസ്, ശീഘ്രസ്ഖലനം മുതലായ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഗുണകരമാകും. ബീജത്തിൻ്റെ എണ്ണം കുറവുള്ളവർക്ക് നമ്മൾ വന്ധ്യതാ ചികിത്സയിൽ ഇവിടെ ആശ്രമത്തിൽ സമീപിക്കുന്ന
വ്യക്തികൾക്ക് ഈ ഒരു ധ്യാനം നിർബന്ധമായിട്ട് ചെയ്യാറുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ബീജശുദ്ധി വരും. അതുപോലെ രേതസ് വളരെ കൃത്യമായിട്ട് വരും. സ്ത്രീ ആയാലും പുരുഷനായാലും ഈ ഒരു ധ്യാനം വളരെ ഉപകാരപ്രദമാണ്. സർപ്പദോഷമാണ് നമ്മുടെ വന്ധ്യതയ്ക്ക് കാരണം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സർപ്പദോഷം പാമ്പിനെ ഉപദ്രവിച്ചതുകൊണ്ടോ പാമ്പിനെ കൊന്നിട്ടോ മാത്രം ഉണ്ടാകുന്നതല്ല. അത്തരം കൊലപാതകങ്ങളൊക്കെ ഗൗരവതരം തന്നെയാണ്. അതോടൊപ്പം ഈ സർപ്പം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സർപ്പമുണ്ട്. ഇട പിങ്കള നാഡികളിലൂടെ അത് മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സർപ്പത്തിൻ്റെ ദോഷമാണ് നമ്മൾ വന്ധ്യതാ കേസുകളിലെല്ലാം ആദ്യമേ തീർക്കേണ്ടത്. അതിന് ധ്യാനവും അതിന് പറ്റിയ ഔഷധങ്ങളും അതിന് പറ്റിയ വ്രതചര്യകളും എല്ലാം കൂടിയേ തീരൂ. അങ്ങനെ വ്രതങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു റിക്രിയേഷന് പകരം ഒരു പ്രൊക്രിയേഷൻ നടത്തിയാൽ നമുക്ക് സത്സന്താനങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അതിശയകരമായ വസ്തുത. ബുദ്ധിയുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, എല്ലാം തികഞ്ഞ കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ഈ ഒരു ധ്യാനവും ഇതിനു വേണ്ടി ചെയ്യുന്ന ഔഷധങ്ങളും നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഷഡാധാര പ്രാണവിദ്യ പഠിക്കേണ്ടത് വിവാഹിതരാകുന്നതിന് മുമ്പാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പെങ്കിലും ഈ ഒരു വിദ്യ പഠിച്ചിരിക്കണം. ഇവിടെ നമ്മളെ സഹായിക്കുന്ന വ്യായാമങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വസനക്രിയയുണ്ട്. അശ്വനി മുദ്ര ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഷഡാധാര പ്രാണവിദ്യയിൽ, അത് യോഗയിൽ പഠിക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. അതൊരു പ്രത്യേക ക്രമത്തിൽ നിത്യവും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ശീതളി, ശീത്കാരി മുതലായ പ്രാണ വ്യായാമങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മൂലാധാരത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഇത് അടിസ്ഥാനപരമായിട്ട് എല്ലാ ആത്മീയ സാധകരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആത്മീയ സാധകർ ഇതറിയാതെ ഒരിക്കലും ഏത് ഗുരുവിൻ്റെ അടുത്തു നിന്നായാലും ഇതറിയാതെ മുന്നോട്ട് പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സുഖവും സന്തോഷവും ആത്മീയോന്നതിയും ഉണ്ടാകട്ടെ. നമസ്തേ.